ബ്രേക്കിംഗ് നൗ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കടുത്ത നെഞ്ചുവേദനയുമായി എത്തിയ രോഗിക്ക് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെന്ന് പരാതി. ഓഗസ്റ്റിലാണ് വെഞ്ഞാറമൂട് സ്വദേശി രാജൻ നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ എത്തിയത്. തറയിലാണ് രാജനെ കിടത്തിയതെന്നും ആൻജിയോഗ്രാം ചെയ്യാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നെന്നും രാജന്റെ മകൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൺമുന്നിൽ ഒരുപാട് പേരുടെ ജീവൻ പോകുന്നത് കൺമുന്നിൽ കണ്ടൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ ചികിത്സയുടെ താമസം കൊണ്ട് എന്ന് വെച്ചാൽ കട്ടിലില്ലാത്തത് കൊണ്ട് അച്ഛൻ്റെ കട്ടിൽ തന്നെ വേറൊരാളുടെ കൂടെ കിടത്തേണ്ടി വന്നു. എന്ന് വെച്ചാൽ അവരുടെ സാഹചര്യം നമ്മൾ മനസ്സിലായി ഏത് രോഗമാണ് അങ്ങനെയൊന്നും അറിയില്ല. ആ സമയത്ത് അച്ഛന് ഭയങ്കര നെഞ്ചുവേദന അനുഭവപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടർ അച്ഛനൊട്ടും വയ്യ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ പല ഡോക്ടേഴ്സാണ്. അപ്പോൾ പറയും ഞാൻ കാർഡിയോളജി ഡോക്ടറല്ല, അപ്പോൾ ആൾ വരട്ടെ, പക്ഷെ നമുക്ക് ഭയങ്കര വെപ്രം, അച്ഛൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യ. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മാനസികാരോഗ്യം വന്നവർ പോലും ആ 1-ാം വാർഡിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അച്ഛനെ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇട്ടേക്കുന്നത്. അങ്ങനെ അച്ഛൻ മാത്രമല്ല, അച്ഛനെക്കാട്ടിയും അസുഖമുള്ള ഒരുപാട് പേര് കിടന്ന് കഷ്ടപ്പെടുന്നത് കൺമുന്നിൽ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അച്ഛന് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, വെഞ്ഞാറമൂട് സ്വദേശി രാജൻ ഇതുപോലെയുള്ള ദുരവസ്ഥ നേരിട്ടവരുടെ ഒരു പ്രതിനിധിയാണ്. അന്ന് അദ്ദേഹം മറ്റ് അപായങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ആൻജിയോഗ്രാം ചെയ്യാൻ എന്നുള്ളത്. ഈ കാത്തിരിപ്പിന്റെ നീളം എത്രത്തോളമാണ് എന്നത് വേണുവിന് പിന്നാലെ മറ്റൊരാൾക്ക് നേരിട്ട ഒരു അനുഭവമായി നമ്മുടെ മുന്നിലെത്തുകയല്ലേ? സുജയ, ഒരു സംശയം വേണ്ട, ഇത് ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വകുപ്പിന് ആ വകുപ്പിൽ വരുന്ന രോഗികൾക്ക് ഒരു വാർഡില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. പലരും കരുതുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ആരോഗ്യ രംഗത്തിൽ ഇത്രയും മികച്ച ഒരു ചികിത്സ അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ രാജന്റെ മകൾ വ്യക്തമാക്കുന്നത് അവിടെ ഓഗസ്റ്റ് മാസമാണ് ഇവർ കടുത്ത നെഞ്ചുവേദനയുമായി രാജൻ വരുന്നത്. അന്ന് 1-ാം വാർഡിൽ കഴിയുന്നു. 3 തവണ രാജൻ അവിടെ അഡ്മിറ്റ് ആകുന്നു. ആദ്യ ഘട്ടത്തിൽ വരുമ്പോൾ തറയിൽ കിടക്കേണ്ടുന്ന അവസ്ഥ, 2-ാം വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോഴും തറയിൽ കിടക്കുന്നു. ഏറ്റവും ഒടുവിൽ ബെഡ് കിട്ടുന്നത് 28-ാം വാർഡിലെത്തുമ്പോഴാണ്. ഇവിടെ 3 തവണ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബ്ലോക്കായിരുന്നു രാജനുണ്ടായിരുന്നത്. ഓരോ ബ്ലോക്കും മാറ്റാനായിട്ട് ഓരോ മാസം വന്നു പോകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്തോ ഭാഗ്യം കൊണ്ട് തൻ്റെ അച്ഛനെ തിരികെ കിട്ടിയെന്നുള്ളതാണ് ആ മകൾ പറയുന്നത്. അതിന് ഉപരിയായിട്ട് കിടക്കകൾ പോലും ഇല്ലാതെ ഈ കിടക്ക ഒഴിയാനായിട്ട് കാത്തിരിക്കുമെന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബെഡ് ക്ലീൻ ചെയ്യാതെ പോലും വളരെ പെട്ടെന്ന് തന്നെ തറയിൽ കിടക്കുന്ന രോഗി ആ കട്ടിലിൽ കയറി കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് നേരിൽ കണ്ട വ്യക്തിയാണ് താനെന്നാണ് അടക്കമുള്ള കാര്യങ്ങൾ ആ കുട്ടി പങ്കുവെക്കുന്നുണ്ട്. ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആൻജിയോഗ്രാമിന് ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ 1 മാസം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. വേണുവിന്റെ വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ നെട്ടിലോടുകൂടി കണ്ടതാണ്. ഒരു സ്വാഭാവികമായിട്ടും കടുത്ത നെഞ്ചുവേദനയായിട്ട് എത്തിയാൽ ECG കഴിഞ്ഞാൽ എക്കോ എടുക്കണമെന്നുള്ളതാണ്. ഇവിടെ എക്കോ പോലും എടുക്കാത്ത ഒരു സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. മറ്റൊന്ന്, രോഗികൾ തറയിൽ കിടക്കുമ്പോൾ തന്നെ എലികൾ അടക്കമുള്ള എലിയും പൂച്ചയും രോഗികളെ കടിക്കുന്ന നിത്യസംഭവമായി കാര്യങ്ങൾ മാറുന്നു. ഈ രാജൻ കിടന്നിരുന്ന 1-ാം വാർഡിൽ തറയിൽ കിടക്കുമ്പോൾ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികൾ, അതിനപ്പുറം ഡെങ്കി പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ അനുഭവപ്പെട്ടുള്ള രോഗികൾ അടക്കമുള്ളവരാണ് ഈ രാജനൊപ്പം കഴിഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ 28-ാം വാർഡിൽ കിടക്ക കിട്ടിയപ്പോൾ രാജനൊപ്പം തൊട്ട് കൂടെ ഉണ്ടായിരുന്നത് പനി ബാധിച്ച ഒരു രോഗിയായിരുന്നു. നെഞ്ചുവേദന അനുഭവപ്പെട്ട് ആൻജിയോഗ്രാമിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്ത ഒരു രോഗിയുടെ കൂടെ കിടത്തിയിരിക്കുന്നത് പനി ബാധിച്ചു വന്ന ഒരു രോഗിയാണ്. എത്രമാത്രം സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു സുരക്ഷ ഒരു രോഗിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു സുരക്ഷയുമില്ല. ആരോഗ്യ വകുപ്പിന് ഒരു നാഥനുണ്ടോ എന്ന് ചോദിച്ചാൽ സുജയ, അങ്ങനെ ഒരു നാഥൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നമ്മൾ കണ്ട് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. സ്വദേശി രാജന് നേരിട്ട ദുരിതം എന്താണ് എന്നുള്ളതാണ് അവരുടെ കുടുംബം തന്നെ വ്യക്തമാക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവുക, അത് മാത്രമാണ്. ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷേ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണമല്ലോ, ശാശ്വതമായ പരിഹാരം. മറ്റൊരു വാർത്തയിലേക്ക്.